തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് ഇന്ന് ആദ്യമായ രാഷ്ട്രീയ വിജയം ഉണ്ടായിട്ടുള്ള ദിവസമാണ്. ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളായ DMKയും AEA-DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് TVKയ്ക്ക് വലിയ രാഷ്ട്രീയ വിജയമായി മാറി. ഇനി യഥാർത്ഥ പരീക്ഷ നാളെയാണ് വിജയ്ക്ക്. നാളെയാണ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. എന്തായാലും AEA-DMKയിലെ വിമത വിഭാഗം പിന്തുണച്ചതോടുകൂടി വിജയ്ക്ക് സഭയിൽ മേൽക്കൈ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ ആശങ്കകളില്ലാതെ തന്നെ ആ പരീക്ഷയും വിജയ് മറികടക്കും എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് ആദ്യ രാഷ്ട്രീയ വിജയമായി മാറിയത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഭരണകക്ഷിയായ TVKയുടെ സ്ഥാനാർത്ഥിയായ മുതിർന്ന നേതാവ് JCD പ്രഭാകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്പീക്കർ സ്ഥാനത്ത് JCD പ്രഭാകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രോട്ടീം സ്പീക്കർ MV കറുപ്പയ്യയാണ് അറിയിച്ചത്. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറായും തെരഞ്ഞെടുക്കപ്പെട്ടു. JCD പ്രഭാകറിനെയും M രവിശങ്കറിനെയും സ്പീക്കർമാരുടെ കസേരയിലേക്ക് TVKയുടെ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യനും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുകയായിരുന്നു. ഇരുവർക്കുമെതിരെ പ്രതിപക്ഷ കക്ഷികളായ DMKയും AEA-DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തതാണ് TVKയ്ക്ക് രാഷ്ട്രീയ നേട്ടമായത്. MK സ്റ്റാലിൻ അടക്കമുള്ള എതിർപക്ഷ നേതാക്കളുടെ വീടുകളിൽ പോയി സന്ദർശനം നടത്തി. രാഷ്ട്രീയ വൈരത്തിനപ്പുറമുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാനും ഒരു പുതിയ തുടക്കം ഇടാനുമൊക്കെ വിജയ്ക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിജയുടെ ഈ നീക്കം കയ്യടി നേടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ് വിജയ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. അത് ഫലം കണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നിർത്താതെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ TVKയ്ക്ക് അതിലൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി യഥാർത്ഥ പരീക്ഷ നാളെയാണ്. AEA-DMKയിൽ ഉണ്ടായിരിക്കുന്ന പിളർപ്പാണ് അതിൽ വിജയെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായി മാറുന്ന സാഹചര്യം. ജയലളിതയുടെ മരണശേഷം AEA-DMKയിൽ നിലനിന്നിരുന്ന വിള്ളൽ ഒടുവിൽ യാഥാർത്ഥ്യമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. മുതിർന്ന നേതാക്കളായ CV ഷൺമുഖത്തിന്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം വിജയുടെ തമിഴക വെട്രി കഴകം സർക്കാരിന് പിന്തുണ നൽകാനും മന്ത്രിസഭയിൽ ചേരാനും തീരുമാനിച്ചു. ഇതോടെ പാർട്ടി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി K പളനിസ്വാമി ഏതാണ്ട് ഒരു ദശകത്തോളം ഒന്നിച്ചു നിർത്താൻ പോരാടിയ പാർട്ടിക്കുള്ളിൽ ഒരു ചെറിയ ന്യൂനപക്ഷമായി ഒതുക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി വിജയെ സംബന്ധിച്ച് കണ്ണും പൂട്ടി ഭരിക്കാൻ പറ്റുന്ന ഒരു മാൻഡേറ്റിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നതാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിലെ 234 സീറ്റുകളിൽ ഏതാണ്ട് 108 എണ്ണവും നേടി വിജയുടെ പാർട്ടി ആധിപത്യം ഉറപ്പിച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് 11 സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. അത് 2 സീറ്റുകൾ വിജയ് മത്സരിച്ചതാണ് എന്നതിനാൽ 11 സീറ്റുകളുടെ കുറവായിരുന്നു. 5 സീറ്റുകൾ കോൺഗ്രസും ബാക്കി ലീഗും CPM-ഉം CPI-യും VCKയും പിന്തുണച്ചുകൊണ്ടാണ് ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് വിജയ്ക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ AEA-DMKയിലെ വിമത MLA-മാരെ ഒപ്പം നിർത്താൻ കഴിയുന്നത് വിജയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ്. അവരെ വിജയ് ഇപ്പോൾ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. മഞ്ഞ ഷോളുകൾ അണിഞ്ഞാണ് വിജയ് AEA-DMKയിലെ വിമതരെ സ്വീകരിച്ചത്. അവർ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വിമതരുടെ പിന്തുണ കൂടി വിജയ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഭൂരിപക്ഷം നേടുന്നത് സംബന്ധിച്ച് യാതൊരു ആശങ്കകളും വിജയ്ക്ക് മുന്നിൽ ഇനിയില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികളുടെ വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യവും വിജയെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വളരെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അധികാരത്തിലേറെ ദിവസങ്ങൾ മാത്രമാകുമ്പോൾ തന്നെ TVK പ്രവർത്തകർക്ക് പുതിയ നിർദ്ദേശങ്ങൾ കൂടി മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുകയാണ്. പാതയോര ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കരുതെന്നും ആൾക്കൂട്ടം എത്തുന്ന ഇടങ്ങളിൽ പ്രചാരണ ബോർഡുകൾ പാടില്ല എന്നുമാണ് വിജയ് നിർദ്ദേശിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തി ഒന്നും ചെയ്യരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ജന്മദിനത്തിനും മറ്റും ആഘോഷങ്ങൾ സംഘടിപ്പിക്കരുത്. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരും എന്നുകൂടിയാണ് വിജയ് വ്യക്തമാക്കിയിട്ടുള്ളത്. അധികാരത്തിലേക്കുള്ള പാതയിൽ ഒപ്പം നിന്ന സ്ത്രീകളുടെ കയ്യടി നേടുന്ന പ്രഖ്യാപനവും വിജയ് നടത്തിയിട്ടുണ്ട്.
അത് സർക്കാർ മദ്യവിതരണ സ്ഥാപനമായ ടാസ്മാക്കിന്റെ ആ 4765 ഔട്ട്ലെറ്റുകളിൽ ഏതാണ്ട് 717 എണ്ണം 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടാനുള്ള ഒരു ഉത്തരവും വിജയിട്ടിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾക്കാണ് താഴെ വീഴാൻ പോകുന്നത്. അപ്പോൾ അതും വലിയ കയ്യടി നേടിയ ഒരു പ്രഖ്യാപനമായിരുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ 50 മീറ്റർ ദൂരപരിധിയിൽ മദ്യശാലകൾ പാടില്ല എന്നതാണ് നിലവിലെ നഗരസഭാ ചട്ടം. അപ്പോൾ അതൊക്കെ കർശനമായി പാലിക്കുക, 50 നിന്നുള്ളത് 500 ആക്കി ഉയർത്തുക തുടങ്ങിയ കയ്യടി കിട്ടുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. പൊതുജനങ്ങളെ വഴിയിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത് എന്നത് നിർദ്ദേശമായി തന്നെ വിജയ് നൽകുന്നു. എന്തായാലും സർക്കാർ താഴെ വീഴുമോ എന്ന ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ജനപ്രിയ നടപടികൾ ശക്തമായി എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നാളെയാണ് സഭയിൽ പരീക്ഷ നടക്കാൻ പോകുന്നത്. വിജയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും ഇനി നിലവിലില്ല എന്നതാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.